സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നോക്കൂ. ഇത് എന്താ നോക്കി ഉണ്ടാക്കിയത്? കർക്കിടക കഞ്ഞിയാണ്, ഔഷധക്കഞ്ഞി. ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും, അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, പക്ഷെ അതിൽ കുറച്ച് സമയം മെനക്കെടണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കഞ്ഞി ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നോക്കാം, വരൂ. ഇതാ 1 ലിറ്റർ വെള്ളം കേട്ടോ, അളന്ന് വെക്കണം. അതായത് ഒരു 3 ഗ്ലാസ് വെള്ളം അളന്ന് വെക്കുക. അത് അതിൽ നിന്നിട്ട് പച്ചമരുന്ന് കൂട്ട്. അതിനൊരു പാക്കറ്റ് ഉണ്ട്, 4 പാക്കറ്റ് ഉണ്ട്. ഒന്നിൽ പച്ചമരുന്ന്, ഒന്ന് പൊടിമരുന്ന്, ആശാളി, ഉലുവ, അങ്ങനെ 4 പാക്കറ്റാണ്. അപ്പം എന്നിട്ട് ആ മരുന്ന് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആ അരി, ഞവര അരി ഇതാ ഞാൻ അതിലേക്കിട്ടു. അതിൽ ആശാളി ഇട്ടു, ഉലുവ ഇട്ടു. അതങ്ങനെ തന്നെ അതിലേക്ക് ഇടണം. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ പറയണ അവരെല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാ മരുന്ന് കൂട്ട്, പച്ച മരുന്ന് കൂട്ട് ഇതാ തിളച്ചു, നല്ല പോലെ തിളച്ചു കേട്ടോ. നല്ല പോലെ തിളച്ചപ്പോൾ എന്തുണ്ടായി വെച്ചെങ്കിൽ ഞവരരി, ആശാളി, ഉലുവ അതിലേക്ക് ഇട്ടു. അത് അതവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. നല്ല പോലെ വേവണം. ഒരു 10-15 മിനിറ്റ് തിളക്കേണ്ടി വരും കേട്ടോ. 10-15 മിനിറ്റ് തിളച്ചാലേ ഇത് നല്ല പോലെ വേവുള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ ഞവരരിക്ക് നല്ല വേവൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ട്. പിന്നെ അത്രയധികം ഉത്തമമാണ്, ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഞവരരി. വളരെ നല്ലതാണ് ശരീരത്തിന്. ഏത് രോഗികൾക്ക് കഴിക്കാവുന്നതാണ് ഈ കഞ്ഞി. ഇതാ ഇനിയിപ്പോൾ ഞാൻ ഇതാ കരണ്ടി അടുപ്പിൽ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാച്ചെങ്കിൽ എളുപ്പം എനിക്ക് അവിടെ കിടന്ന് തിളക്കട്ടെ അരി. ഇവിടെ ഉള്ളി, നമുക്ക് ചുവന്ന ഉള്ളി അരിഞ്ഞ് അത് നെയ്യിൽ മൂപ്പിച്ച് വെക്കണം. അത് എന്തിനാച്ചെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതാണ്. അത് ഈ കഞ്ഞിയുടെ സ്വാദ് കൂട്ടും. അത് മാത്രമല്ല ഹെൽത്തിനും നല്ലതാണ്. നെയ്യ് ഉള്ളിയല്ലേ, അത് കാരണം കേട്ടോ. അതാ നോക്കും, അരി വേവായി കണ്ടോ, വെള്ളം വറ്റി നല്ല പോലെ വേവായി അരി. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ അര ഗ്ലാസ്സേ വേണ്ടൂ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു വെച്ചു. തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ അതിൽ ചേർത്തു, ഇളക്കി. ഇനി പൊടിമരുന്ന് അതിലിടണം കേട്ടോ. പൊടിമരുന്ന് അതിലിടാം. അപ്പം 4 പാക്കറ്റിൽ ലാസ്റ്റ് പൊടിമരുന്നും കൂടി ചേർത്തപ്പോൾ കഴിഞ്ഞു കേട്ടോ. എല്ലാ ഔഷധങ്ങളും കഴിഞ്ഞു. ഇനി എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിന് കഞ്ഞി വെന്ത് കഴിഞ്ഞു, തീ കെടുത്തിക്കോളൂ. അടുപ്പ് സ്റ്റൗ ഓഫാക്കി. ഇനി ഗോൾഡൻ കളറായി ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് അതിലിട്ടു. നല്ല പോലെ ഇളക്കാം. നല്ല കഞ്ഞി കലായി. ഈ കഞ്ഞി ബൗളിൽ പകർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഔഷധക്കഞ്ഞി തയ്യാറായി. എന്താ അതിൻ്റെ ഭംഗി, എന്താ മണം. അതിന് കൂടെ കഴിക്കാൻ ഞാൻ ചമ്മന്തി, നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ട്, ചുട്ട പപ്പടം കേട്ടോ. ചുട്ട പപ്പടം, അത് വറുത്ത പപ്പടം അല്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാതെ, ഇതൊന്നും കഴിക്കാണ്ട് നിങ്ങൾക്ക് വെറുതെ കഞ്ഞി കുടിക്കാം. കഞ്ഞിയിൽ ഞാൻ ഉപ്പ് പോലും ഇട്ടിട്ടില്ല. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ നല്ല രസമുള്ള കഞ്ഞി. നോക്കൂ, അവരരി നല്ല സ്വാദം, നല്ലോണം വേകണം, അതാണ് കാര്യം കേട്ടോ. അപ്പം ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമോ. ഇത് കണ്ടംകുളത്തുകാരുടെ ഇത് മേടിച്ചതാട്ടോ. അവരുടെ കണ്ടംകുളത്തി കർക്കിടക കഞ്ഞിയാണ്, ഔഷധ കഞ്ഞിയാണ്. അത് പാക്കറ്റ് മേടിക്കാൻ കിട്ടും. നമുക്കത് 15 ദിവസത്തെ കഞ്ഞി കുടിക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. അതാണ് എൻ്റെ അഭ്യർത്ഥന കേട്ടോ. വളരെ നല്ലതാണ് ഈ ഔഷധക്കഞ്ഞി. എല്ലാവരും കർക്കിടക മാസത്തിൽ ഒന്ന് കുടിക്കാൻ ശ്രമിച്ചു നോക്കൂ. വളരെ നല്ലത്. നമുക്ക് കഞ്ഞി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം, വരൂ.